السلام عليكم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു കാര്യത്തിനും കഴിയാത്ത മറ്റൊരാളുടെ അടിമയായ ഒരാളെയും അതേസമയം മറ്റൊരാൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ വകയിൽ, അതായത് അള്ളാഹുവിൻ്റെ വകയായി നല്ലതായ ഉപജീവനം റിസ്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ അതിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ച് വരികയും ചെയ്യുന്നു. ഇവർ തമ്മിൽ ഒരുപോലെ ആകുമോ എന്നാണ് ഇവിടെ ചോദ്യം. അവസാനം അള്ളാഹു തന്നെ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതി. പക്ഷേ മനുഷ്യരിൽ അധികം ആളുകളും ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ വിഗ്രഹാരാധനയുടെ അർത്ഥമില്ലായ്മയും വിഗ്രഹാരാധകരുടെ ബുദ്ധിശൂന്യതയും വ്യക്തമാക്കുന്ന രണ്ട് ഉപമകളാണ് അള്ളാഹു ഈ ആയത്തിലും അടുത്ത വരുന്ന ആയത്തിലും പറയുന്നത്. അഥവാ മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ളവനും ഇഷ്ടം പോലെ ഒന്നും പ്രവർത്തിക്കാനുള്ള കഴിവോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരടിമ, അതേസമയം മാന്യനും ധനികനും രഹസ്യ പരസ്യം വ്യത്യാസമില്ലാതെ ധാരാളം ചെലവഴിക്കുന്ന ഒരു സ്വതന്ത്രനായ മനുഷ്യൻ. ഈ രണ്ട് പേരും മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ അവർ സ്ഥാനമാനങ്ങളിലും പദവിയിലും ഉപകാരത്തിലുമൊക്കെ രണ്ടുപേരും തമ്മിൽ യാതൊരു യോജിപ്പുമില്ല, യാതൊരു സാമ്യതയും ഇല്ല. എന്നിരിക്കെ അല്ലാഹു സുബ്ഹാനഹു തആല സർവ്വലോക രക്ഷിതാവായ, എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിച്ചു പോകുകയും ആവശ്യക്കാർക്കും അല്ലാത്തവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും എല്ലാം അറിയുന്നവനും എല്ലാവിധ ശക്തിയുമുള്ള കഴിവുമുള്ള അള്ളാഹുവിനോട് യാതൊരു ഗുണദോഷം ചെയ്യുവാനോ സ്വന്തം കാര്യങ്ങളെങ്കിലും നിയന്ത്രിക്കാനോ കഴിയാത്ത ബിംബങ്ങളെ അള്ളാഹുവിന് സമൻ ആത്മാരാക്കുന്നതിൽ പരം വിഡിത്തം എന്താണ് ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ ചോദിക്കുന്നത്. ഇത്രയും ശിർക്ക് പരമായ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.